സ്വാമി ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ സ്വാമി. അതെ, ഇതൊക്കെ ശരിക്കും വേണമെന്ന് വെച്ച് ചെയ്യുന്നതാണോ? എന്താ ഈ വണ്ടി ഓടിക്കുന്നതോ? അതല്ല, ഈ സ്വാമി പൂജ നടത്തുന്നൊക്കെ. സ്വാമിക്ക് എന്താ അങ്ങനെ ഒരു സംശയം? പിന്നെ സംശയം ഉണ്ടാവില്ലേ? സാധാരണ ചെയ്യുകയാണെങ്കിലും വീട്ടിലുള്ളവരെ വെറുപ്പിക്കാൻ വേണ്ടി മാത്രല്ലേ ചെയ്യൂ. ഇതും അങ്ങനെയാണോ? അതെ, നായ വേഷം കെട്ടിയ പിന്നെ കുറച്ചല്ലേ പറ്റൂ. അങ്ങനെ ഒരു പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ടോ? ആ, അത് ഞാൻ കേട്ടിട്ടുണ്ട്. അത്രേ ഉള്ളൂ. എന്തായാലും നമ്മളെ മലയോട്ട തീരുമാനിച്ചു. അപ്പൊ പിന്നെ നോർമലായങ്ങ് പോയാൽ പോരെ. എല്ലാ കാര്യത്തിലും ഒരു സംതിങ് സ്പെഷ്യൽ ഉണ്ടായിരിക്കണം. അതെനിക്ക് നിർബന്ധമാണ്. നന്ദിനി സ്വാമിയും സൂര്യസ്വാമിയും ആദ്യമായിട്ട് അറുമുഖസ്വാമിയെ കാണാൻ പോവാ. അത് എക്കാലവും ആളുകളുടെ മനസ്സിലുണ്ടാവണം. പിന്നെ ഈ ലോകത്ത് വേറൊന്നും ഇല്ലല്ലോ ആൾക്കാർക്ക് ഓർത്തു വെക്കാനായിട്ട്. ലോകം മുഴുവനുള്ള ആളുകൾ ഓർക്കണ്ട, നമ്മുടെ വീട്ടിലുള്ള ആളുകൾ ഓർക്കുമല്ലോ, നമ്മൾ ഓർക്കുമല്ലോ. അത് തന്നെ ധാരാളം. പിന്നെ ഈ പൂജയ്ക്ക് സ്വാമിമാരെ ക്ഷണിച്ച കൂട്ടത്തിലേ അവരെയും കൂടി ക്ഷണിച്ചെന്തിനാ? ക്ഷണിച്ചെന്തിനാ? വരാൻ. അല്ല, അവര് പൂജയ്ക്ക് വന്ന എന്താ കുഴപ്പം? എടോ, ഞാൻ തന്നോട് പറഞ്ഞില്ലേ, എന്തെങ്കിലും ഒരു പ്രത്യേകത ഇല്ലാതെ ഇങ്ങനെ വെറുതെ ജീവിച്ചു പോയിട്ട് എന്താ കാര്യം? ജീവിതം വെറുതെ സന്തോഷം വരുമ്പോൾ ചിരിക്കാനും സങ്കടം വരുമ്പോൾ കരയാനും മാത്രമായിട്ട് വെറുതെ ചുരുക്കി കളയരുത്. ജീവിതത്തിൽ ഒരു ത്രില്ലുണ്ടാവണം. എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ഒന്ന് വന്നുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കും. സാറ് പറയുന്ന പോലെ ജീവിക്കാൻ എല്ലാരെയും കൊണ്ടും പറ്റിയിട്ട് വേണ്ടേ? എടോ, നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ലല്ലോ. പക്ഷേ നന്ദിനി സ്വാമിയും സൂര്യസ്വാമിയും അങ്ങനെയാണ്. നമ്മൾ ഇനി ഇങ്ങനെയാണോ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്? ഈ വലിയ വലിയ എഴുത്തുകാരൊക്കെ പറയുന്ന പോലെ ജീവിതത്തിന്റെ അനിശ്ചിതത്വത്തെ തേടി ഒരു യാത്ര. എന്ത്? A journey in search of uncertainty of life. മലയാളം എന്താന്ന് മനസ്സിലാവാതെ ഞാൻ ചോദിച്ചേ. ഇംഗ്ലീഷിലായപ്പോ പരിപൂർണമായിട്ട് മനസ്സിലായി. എടോ, അതിനങ്ങനെ വലിയ അർത്ഥമൊന്നുമില്ല. നമ്മളിതിങ്ങനെ പോകുന്നു. ഇതുപോലെ തന്നെയാ നമ്മുടെ ജീവിതത്തിന്റെ യാത്രയും. അത്രേ ഉള്ളൂ. എന്തിനാ എല്ലാരും കൂടെ ഇങ്ങനെ വിളിച്ചു നിർത്തിയിരിക്കുന്നത്? ഞാൻ പറഞ്ഞതല്ല, സൂര്യ പറഞ്ഞതാ. അവൻ തിരിച്ചെത്തുമ്പോ എല്ലാവരും കൂടി ഇവിടെ ഉണ്ടാവണമെന്ന്. ഇനി ഇതും എന്തെങ്കിലും ആചാരമാണോ? പുതിയ ആചാരങ്ങൾ സൃഷ്ടിക്കാൻ അവന്റെ കൂടെയുള്ളവള് മിടുക്കിയാണല്ലോ. നോക്കുമോളെ, നമ്മുടെ കുടുംബം പാരമ്പര്യമായിട്ട് ചില വിശ്വാസങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരാ. സൂര്യ മാലയിട്ട് മല ചവിട്ടാൻ തീരുമാനിച്ചു എന്നുള്ളത് നിങ്ങൾ ചിലപ്പോൾ നിസ്സാരമായ കാര്യമായിട്ട് കാണുന്നുണ്ടാവാം. പക്ഷേ അവനിൽ അത്രയും മാറ്റം വന്നത് എനിക്ക് സന്തോഷമാണ്. നിങ്ങളുടെ മമ്മിക്കും അത് തന്നെ മനസ്സിലെന്ന് എനിക്കറിയാം. കാരണം അവൻ വഴിതെറ്റി നടക്കുമ്പോഴൊക്കെയും പത്മ കരഞ്ഞതും സങ്കടം പറഞ്ഞതൊക്കെ എന്നോടാ. ശരിയല്ലേ പത്മ? അവര് പോവാനൊരു തീരുമാനം എടുത്തു. അത് സന്തോഷമായിട്ട് അവസാനിക്കട്ടെ. പക വീട്ടാനും പകരം ചോദിക്കാനും ഒക്കെ ആളുകൾ ഇനിയും ബാക്കി കിടപ്പുണ്ടല്ലോ. ഹരോ ഹര ഹര ഹരോ ഹര
ഹര ഹരോ ഹര 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 ഹരോ ഹര 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 ഹരോ ഹര സൂര്യസ്വാമി വാ സ്വാമി. ഹരഹരോ ഹരഹര ഹര ഹരോ ഹര ഹര 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 ഹരഹരോ ഹരഹര വെற்றிவேல் മുരുകനുக்கு ഹരഹരോ ഹരഹര പളനി ആണ്ടവനുக்கு ഹരഹരോ ഹരഹര ഹരോ ഹര 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 ഹരോ ഹര ഹര ഹരഹരോ ഹരഹര ഹരോ ഹര ഹര ഹരഹരോ ഹരഹര ഹര ഹരോ ഹര ഹര ഹരഹരോ ഹരഹര പളനിമല മുരുകനുக்கு ഹരഹരോ ഹരഹര വെற்றிவேல் മുരുകനുக்கு ഹരഹരോ ഹരഹര ഹര ഹരോ ഹര ഹര ഹരഹരോ ഹരഹര ആ ഗുരുസ്വാമി മതി. ശരി സ്വാമി. ആ നാളത്തെ കാര്യങ്ങള് എല്ലാവരോടും കൂടി പറയാനുള്ളത് കൊണ്ടാ അച്ഛനോട് ഞാൻ വരുമ്പോ എല്ലാവരും ഉണ്ടാവണമെന്ന് പറഞ്ഞത്. അതിന് ആരും എന്നെ തെറ്റിദ്ധരിക്കണ്ട. അച്ഛാ, ആ നാളെ പൂജാരിമാര് രാവിലെ തന്നെ എത്തും. ആ അവരോട് സംസാരിച്ച് ഒരു ഭജന ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഉം. കൂട്ടത്തില് ഒരു അന്നദാനവും നടത്താമെന്ന് തീരുമാനിച്ചു ഞാൻ. നല്ലതല്ലേ? വളരെ നല്ലത്. ആ പറഞ്ഞ ചടങ്ങുകളൊക്കെ വേണ്ടത് തന്നെയാ. ആ, ഈ ചടങ്ങുകളിൽ നമ്മുടെ കുടുംബം എല്ലാവരും ഒന്നിച്ച് പങ്കെടുക്കണം. എന്നിട്ട് എല്ലാവരുടെ അനുഗ്രഹത്തോടെ വേണം ഞങ്ങൾക്ക് മല ചവിട്ടാൻ. അത്രേ ഉള്ളൂ അല്ലേ? അതെ സ്വാമി. ദേ ഈ നാശം പിടിച്ചവള് കാരണം ഞങ്ങൾ എന്തൊക്കെയാ സഹിക്കണ്ടേ? എന്താടി എന്താ വിളിച്ചേ? അറുമുഖ സ്വാമിയെ കാണാൻ പോകുന്ന ഒരാളെ സ്വാമി എന്നാ വിളിക്കേണ്ടത്. തിരുത്തി വിളിക്കാൻ. തിരുത്തി വിളിക്കാനല്ലേ പറഞ്ഞത്? നന്ദിനി സ്വാമി മതിയോ? മനസ്സറിഞ്ഞാണ് പറഞ്ഞെങ്കിൽ മതി. ഇനിയിപ്പോ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങള് കാത്തു നിൽക്കണോ? ഒന്നുമില്ല പത്മ. പറയാനുള്ളതൊക്കെ സൂര്യ പറഞ്ഞല്ലോ. താൻ പോയിക്കോളൂ. ഹര ഹരോ ഹര ഹര ഹരഹരോ ഹരഹര ഹരോ ഹര ഹര ഹരഹരോ ഹരഹര ഹര ഹരോ ഹര ഹര ഹരഹരോ ഹരഹര ഹരോ ഹര ഹര. ഹരഹരോ ഹരഹര. മതി. രാജസ്വാമി, എന്താ സാറേ? എല്ലാ ഒരുക്കങ്ങളും ഭംഗിയായി തന്നെ നടത്തണേ. ഒരു കാര്യത്തിലും വീഴ്ച വരരുത്. സൂര്യസ്വാമിയും നന്ദിനി സ്വാമിയും കൂടെ ഉള്ളപ്പോ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എല്ലാം ഭംഗിയായിട്ട് നടക്കും സാറേ.